ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ജെയിംസ് ഗണ്ണിൻ്റെ DC-യിലെ ഫസ്റ്റ് മൂവി സൂപ്പർമാൻ എന്ന മൂവി റിലീസായിരിക്കുകയാണ്. അതിൻ്റെ ഒരു നോൺ സ്പോയിലർ റിവ്യൂ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. യൂഷ്വലായിട്ട് ചെയ്യുന്ന പോലെ പോസിറ്റീവ്, നെഗറ്റീവ്, പിന്നെ ഓവറോളായിട്ട് മൂവി എങ്ങനെയുണ്ട്, ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ്. സിനിമ കണ്ടോൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ കണ്ടവരാരും കമൻറ്റ് ബോക്സിൽ സ്പോയിലർ ഒന്നും ഇടരുത് പ്ലീസ്. നിങ്ങളല്ല വേറൊരു കുഴപ്പമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തണം. കാരണം ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഹെൻറി കാവിൽ സൂപ്പർമാനെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ പടത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ലെവൽ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വയ്ക്കാതെ ഫ്രീ മൈൻഡായിട്ട് ഇരുന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഈ പടം ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ പുതിയൊരു വേൾഡ് അല്ലെങ്കിൽ പുതിയൊരു യൂണിവേഴ്സിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഈ പടം കാണുന്നതിന് മുമ്പേ ആ ഒരു മൈൻഡ് സെറ്റിൽ പോകണം. ഫ്രഷ് ഓഡിയൻസ് ആയിട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റോറി ആർക്സും വിഷ്വൽ എഫക്ട്സും അതൊക്കെ ഇഷ്ടപ്പെടും. അത്രമാത്രം എഫേർട്ട് ഇട്ട് നമ്മളെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ല പടമാണ്, നല്ലൊരു വർക്കാണ് എന്ന് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹെൻറി കാവിലിൻ്റെ സൂപ്പർമാനും അതുപോലെ തന്നെ സ്നൈഡർ കട്ടൊക്കെ ഒരു ഭാഗത്ത് ഇരിക്കട്ടെ. നമ്മളിപ്പോൾ ടോബിയുടെയും ആൻഡ്രൂവിൻ്റെയും മൂവീസ് കണ്ടിട്ട്, ടോം ഹോളണ്ടിൻ്റെ മൂവി കണ്ടിട്ട് അതേപോലെ തന്നെ ഉള്ളൂ. ആ ഒരു രീതിയിൽ ഫ്രഷ് മൈൻഡ് സെറ്റിൽ പോവുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതൊരു യൂണിവേഴ്സാണ്, ഒരു പുതിയ യൂണിവേഴ്സിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അത് ഫോളോ അപ്പ് ചെയ്യാൻ റെഡിയാണ് എന്ന മൈൻഡ് സെറ്റിൽ പോവുക. ആ ഒരു മൈൻഡ് സെറ്റിൽ പോയി കാണുകയാണെങ്കിൽ ഇതൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള പടമായിരിക്കും. അതല്ല ഹെൻറി കാവിലാണ് ബെസ്റ്റ് എന്ന് തെളിയിക്കാൻ വേണ്ടി ഈ സിനിമ ഒക്കെ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറയല്ല, നിങ്ങൾക്ക് കുറ്റങ്ങൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ, പടം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, നമുക്കതൊക്കെ വിട്ടിട്ട് നേരെ പോസിറ്റീവ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സാണ്. ജെയിംസ് ഗണ്ണിൻ്റെ മൂവീസ് ഏതെടുത്ത് നോക്കിയാലും എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഒരു ക്യാരക്ടറിനെ വേസ്റ്റാക്കി കളയത്തില്ല. അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. ഈ പടത്തിലും അത് നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പടത്തിൻ്റെ ക്യാസ്റ്റ് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർമാൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ മൂവിയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സൂപ്പർമാൻ നല്ലൊരു ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാർക്ക് കെന്റ്, അതായത് സൂപ്പർമാൻ്റെ നോർമൽ ലൈഫ്, അതാണെങ്കിൽ സ്റ്റാർട്ട് ടു എൻഡ് വരെ നല്ല രീതിയിൽ തന്നെ ക്യാരക്ടർ ആർക്ക് പോയിട്ടുണ്ട്. പിന്നെ ലൂയിസ് ലെയ്നെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ജോലിയെ പുള്ളിക്കാരത്തി എത്രത്തോളം പ്രധാനമാണെന്ന് കാണിക്കുന്നുണ്ട്. ജോലിയിലുള്ള സിൻസിയറിറ്റി കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടർ ആർക്കാണ് പുള്ളിക്കാരത്തിക്കുള്ളത്. ലെക്സ് ലൂതറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം കോമിക്കിൽ നമ്മൾ എന്താണോ കണ്ടത് അതേപോലെ തന്നെ എടുത്തു വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതിലെല്ലാം ഡമ്മി പീസായിട്ടുള്ള ഒരു ലെക്സ് ലൂതറിനെയാണ് കണ്ടിട്ടുള്ളത്. ഇത് അതുപോലെയല്ല, കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലെക്സ് ലൂതറിനെ കാണാതെ തന്നെ ഒരെണ്ണം വെച്ചു കൊടുക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് ഈവിലും ബാഡാസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ലെക്സ് ലൂതറിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിപ്റ്റോയ്ക്ക് ഇതിൽ നല്ലൊരു റോളുണ്ട്, നല്ലൊരു കംപ്ലീറ്റ് ആർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും നല്ല രീതിയിൽ നല്ല സൂപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് സ്റ്റോറി ലൈൻ. അവരെടുത്ത സ്റ്റോറി ലൈൻ നല്ല നീറ്റായിട്ട് വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു മൂവിയാണ്, അതുകൊണ്ട് തന്നെ ഒറിജിൻ പറയണം. നമുക്ക് സൂപ്പർമാൻ്റെ കഥ അറിയാത്തവരായിട്ട് ആരുമില്ല എന്ന് കരുതി ആ കഥ തന്നെ വീണ്ടും 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 പറഞ്ഞ് വെറുപ്പിക്കാതെ ചെറിയ മാറ്റങ്ങൾ വരുത്തി നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിലാണെന്നുണ്ടെങ്കിൽ സൂപ്പർമാനെ കളർഫുള്ളും ഫണ്ണും ഒക്കെ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സ്നൈഡർ കട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോൾഡും അതുപോലെ തന്നെ സീരിയസ് ഒക്കെ ആയിട്ടുള്ള സൂപ്പർമാനാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കിത് കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഫ്രഷ് ഫീൽ എനിക്ക് കിട്ടി. കോമിക്കലും ഇങ്ങനെ കളർഫുള്ളാണ്, പക്ഷേ അത് ലൈവ് ആക്ഷനിലോട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് സെക്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ, നിങ്ങൾ നല്ലൊരു തിയേറ്ററിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ SFX ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ഗൂസ് ബോംസ് വരുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വിഷ്വൽ എഫക്ട്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറയല്ലോ, IMAX-ൽ കാണാൻ പറ്റത്തില്ല, എനിക്ക് നല്ല വിഷമമുണ്ട്. അത്രയ്ക്ക് നല്ല വിഷ്വൽ എഫക്ട്സ് ആയിരുന്നു. നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല വിഷ്വൽ എഫക്ട്സ് ആയിക്കോട്ടെ. ഇപ്പം ഫ്ലൈയിങ് സീക്വൻസ് ആയാലും ആക്ഷൻ സീക്വൻസ് ആയാലും അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫുൾ പോസിറ്റീവാണല്ലോ, നെഗറ്റീവ് ഒന്നും ഇല്ലെന്ന്. യെസ്, എനിക്ക് ഒരു കാര്യം നെഗറ്റീവായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഡ്യൂറേഷനാണ്. കുറച്ചുകൂടി ഡ്യൂറേഷൻ ആവാമെന്ന് തോന്നി. എനിക്കത് പെട്ടെന്ന് കണ്ടു തീർന്ന ഒരു ഫീലാണ്. ഇപ്പോൾ ജെയിംസ് ഗണ്ണിനെ പോലുള്ള ഡയറക്ടറിന് കുറച്ചുകൂടി ഡ്യൂറേഷനിലുള്ള പടങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയൊക്കെ അതിന് ഉദാഹരണമാണ്. പക്ഷേ ഓവറോൾ മൂവി ആസ് എ ഫിലിമായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ മാൻ ഓഫ് സ്റ്റീലൊക്കെ കണ്ടിട്ടുള്ളതാണ്, പക്ഷേ അത് ഡിഫറെൻറ്റ്, ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഞാൻ ഇനി DC-യിലെ ഫ്യൂച്ചർ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ പടം കാണാൻ പോകുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ക്രേച്ചർ കമാൻഡോസ് എന്ന് പറയുന്നൊരു ആനിമേറ്റഡ് സീരീസ് ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ പടം കണ്ടവർ നിങ്ങളുടെ റിവ്യൂ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ